ജ്യോതിഷ് എന്ന കർഷകൻ തന്നെ നമുക്കൊപ്പം ചേരുന്നു. ശ്രീ ജ്യോതിഷ്, താങ്കൾ അടക്കം നിരവധി ആളുകൾ അവിടെ കബളിപ്പിക്കപ്പെട്ടു, ഈ തരത്തിൽ വിത്ത് ചതിച്ചു എന്ന സാഹചര്യം. ഇത് എത്ര വലിയൊരു നഷ്ടമാണ് ആ മേഖലയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്? നിങ്ങളെ സംബന്ധിച്ചൊരു വലിയ സാധ്യതയാണല്ലോ ഈ വിഷുക്കാലം, അത് പൂർണ്ണമായും നഷ്ടമാവുന്ന അവസ്ഥയാണോ? അതെ അതെ, കർഷകരെ സംബന്ധിച്ച് വിഷുക്കാലം വിളവെടുപ്പ് കാലമാണ്. അതിൽ പരമപ്രധാനമായിട്ടുള്ള കാലമാണ് വിഷു, കണിവെള്ളരിയും കണിമത്തനും. ഇത് നമ്മൾ കായായി കഴിഞ്ഞാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇത് നമുക്ക് പണി കിട്ടിയതാണെന്ന്. അപ്പൊ നമ്മൾ നേരത്തെ തന്നെ ഇത് ഈ കൂടുതൽ നമ്മളാണ് ഒരു 10,000 ചുവട് നട്ടതാണ്. അപ്പൊ ഇത് നട്ട് കഴിഞ്ഞാൽ അതിന് മുമ്പേ നമ്മൾ ഓർഡർ എടുക്കുന്നതാണ്, അല്ലെങ്കിൽ മാർക്കറ്റിംഗ് പ്രശ്നം വരും. നമ്മളെ പ്രതീക്ഷിച്ച് മാർക്കറ്റ് ഓർഡർ എടുത്തവരെല്ലാം നമ്മളുമായിട്ട് പിണങ്ങേണ്ട സ്ഥിതി വന്ന്. ഇത് വിത്ത് കമ്പനിക്കാർ വിത്ത് ഷോട്ട് വന്നപ്പോ അവരെ ഇതിരുന്ന മോശം വിത്തുകളെല്ലാം കയറ്റി പാക്ക് ചെയ്ത് വിത്തതിന്റെ ഒരു പരിണിത ഫലമാണ് ഇത്. ഈ ഹൈബ്രിഡ് വിത്ത് മേടിച്ച് ഉപയോഗിക്കുന്നതിന്റെ ഒരു കുഴപ്പം കൂടിയാണ്. കാര്യം നാടൻ വിത്തിനെ ആശ്രയിക്കാതെ നമ്മൾ ഹൈബ്രിഡ് വിത്ത് 100 വിത്തെടുത്താൽ ചിലപ്പോൾ 99% കിളുക്കണകൊണ്ടാണ് നമ്മളെല്ലാം ഹൈബ്രിഡ് വിത്തുകൾ ഉപയോഗിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു കമ്പനിക്കാരുടെ ഒരു പണിയാണ്, അല്ലെങ്കിൽ കമ്പനിക്കാർ മനഃപൂർവ്വം ചെയ്ത പണിയാണെന്നും അറിയാൻ പറ്റിയല്ല. തമിഴ്നാട് ലോബിയെ കർണാടക ലോബിയെ സഹായിക്കാൻ വേണ്ടിയുള്ള ഒരു, നമ്മളിവിടെ ബൾക്കായിട്ട് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ മാർക്കറ്റിനെ ബാധിക്കുക എന്നുള്ള ഒരു ഇതുകൂടി ഞാൻ സംശയിക്കുന്നുണ്ട്. ഇത് സാധാരണ രീതിയിൽ ഇങ്ങനെ സംഭവിക്കും. നമുക്ക് ഈ വെള്ളരി കർഷകരുടെ ഒരു പ്രശ്നം പറഞ്ഞു കേട്ടേക്കുന്നത്, പെട്ടെന്ന് വിളവെടുക്കാം, പക്ഷേ അവിടെ മഴ വന്ന പ്രശ്നമാണ്, വെള്ളം കൂടിയ പ്രശ്നമാണ് എന്ന് മാത്രമല്ല, വെള്ളരിക്ക് വലിയ വലിപ്പവും വെക്കരുത്, തീർത്തും വലിപ്പം കുറഞ്ഞും പോകരുത്, അതിന്റെ ഇടയിൽ വരണം. അങ്ങനെ ഒരു ബാലൻസിങ്ങിലാണ് നിങ്ങൾ ഈ കൃഷി മുന്നോട്ട് കൊണ്ടുപോകണം, അല്ലേ? അതെ 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 അതെ, അവിടെ ഇപ്പൊ മഴയെ ഞങ്ങൾ തരണം ചെയ്ത്, പക്ഷെ വിളവായപ്പോ നമുക്ക് പണി കിട്ടിയതാണ് ഇതിനകത്ത് ഏറ്റവും ദയനീയമായിട്ട്. ഇപ്പൊ നമ്മള് 10,000 ഇതേപോലെ തന്നെ 1 ഏക്കർ 2 ഏക്കർ ചെയ്യണ പലവിധ കർഷകരും ഇപ്പൊ ഈ വാർത്ത വന്നതിന്റെ അടിസ്ഥാനത്തിൽ എന്നെ വിളിച്ചു, ചേട്ടാ ഞങ്ങളോർത്ത വളം കുറഞ്ഞു പോയത് കൊണ്ടായിരിക്കും ഇങ്ങനെ കുഴപ്പം വന്നത്. അന്നതല്ല, നേരെ മറിച്ച് ഇച്ചിരി കളറെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് പിന്നെ മാർക്കറ്റ് നടക്കാം, എങ്കിലും നമ്മൾ ആശിച്ചു പോവുകയാണ്. ഇച്ചിരി കളർ നല്ലതായിരുന്നെങ്കിൽ പോലും എങ്ങനെയെങ്കിലും കൊടുക്കാം. ഇത് അതുമില്ല. കാര്യം കണിമത്തം കൂടിക്കിടക്കണ്, കണിവെള്ളരി ഇല്ലാത്ത കാരണം ഈ സാധനം ആരും എടുക്കാത്ത സ്ഥിതിയാണ്. അപ്പൊ കർഷകരെ സംബന്ധിച്ച്, ഞങ്ങളെ സംബന്ധിച്ച്, ഞങ്ങളുടെ ഈ പ്രദേശം ഇപ്പൊ ചേർത്തല തെക്ക്, കഞ്ഞിക്കുഴി, പള്ളിപ്പുറം, മാരാരിക്കുളം, വടക്ക് പഞ്ചായത്തുകളിലാണ് ഇത് കൂടുതലും സംഭവിച്ചത്. ഇത് സുമാഷി എന്ന് പറയുന്ന കമ്പനിയാണ്, കോയമ്പത്തൂരുള്ള ഒരു കമ്പനിയാണ്. ഈ എന്താണ് കുഴപ്പം പറ്റിയെന്നുള്ളത് ഞങ്ങൾക്ക്, പക്ഷെ വലിയ പ്രതിസന്ധിയിലായിപ്പോയി ഞങ്ങളെ സംബന്ധിച്ച്. ഏറ്റവും വലിയ സീസണാണ് വിഷുകാലം എന്ന് പറയുന്നത്. അത് നമ്മുടെ പ്രതീക്ഷകളെല്ലാം തകിടം മറിഞ്ഞു പോയി. നമ്മളുടെ സകല ഊർജവും ഇവിടെ തീർന്നു പോയി. നിങ്ങൾക്ക് സാധാരണ ഇത്തരം കൃഷി സംവിധാനങ്ങൾക്ക് നമ്മുടെ സംവിധാനങ്ങൾ, ഈ കൃഷി വകുപ്പും മറ്റു സംവിധാനങ്ങൾ എന്തെങ്കിലും സപ്പോർട്ട് നൽകാറുണ്ടോ? ഈ ഒരു അവസ്ഥ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? അവർ അറിഞ്ഞിട്ടുണ്ടോ ഇതില്ല? ഇതിപ്പോ ഇന്നലെ നമ്മളിങ്ങനെ വിളിച്ച അങ്ങനെ ഔദ്യോഗികമായിട്ട് നമ്മൾ ആരോടും പറഞ്ഞിട്ടില്ല. കർഷകരെ സംബന്ധിച്ച് ഈ പ്രതിസന്ധികളൊക്കെ തുടരുകയാണല്ലേ. കർഷകരെന്ന് പറയുന്ന ഒരു പോസിറ്റീവായാണ് നമ്മൾ നെഗറ്റീവ് വാർത്ത കൊടുക്കേണ്ടതെന്ന്. പക്ഷെ എങ്കിലും ഇത് സഹിക്കാൻ പറ്റാത്ത കൊണ്ടാണ് നമ്മൾ ഔദ്യോഗികമായിട്ട് ആരോടും നമ്മൾ ഇത് പറഞ്ഞിട്ടില്ല. ഇത് കമ്പനിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാന്നുള്ള ഒരു നിയമോപദേശം തേടിയിട്ടുണ്ട്. അത് ആ രീതി നീങ്ങുക എന്നുള്ളതാണ്. ഒരു കാര്യം കൂടി, ഇത് നിങ്ങളുടെ ഒരു മാർക്കറ്റ് പൂർണ്ണമായും കേരളം തന്നെയാണോ? വിഷു മാർക്കറ്റ് സ്വാഭാവികം കേരളമാണ്, അതിനപ്പുറത്തേക്ക് പോകാനുള്ള സാഹചര്യം ഇല്ലല്ലോ, അല്ലെ? ഇപ്പൊ ഈ എങ്ങനെയാണ് നമ്മുടെ വിപണിയിൽ ഇപ്പോഴത്തെ അവസ്ഥ? നമുക്കിതിപ്പോ ഒരു 20 ടണ്ണിന്റെ വരെ ഓർഡർ ഉണ്ടായിരുന്നു. ഇതാണ് നമുക്ക് ക്യാൻസലായി കൊടുക്കാൻ പറ്റാതെ വന്നത്. കാര്യം അത് കണക്കാക്കിയാണ് നമ്മൾ കൃഷി ചെയ്തത്. പക്ഷെ തൃശ്ശൂരി, കോട്ടയം, ആലപ്പുഴ, ചേർത്തല, ഇവിടെയാണ് നമ്മുടെ പ്രധാനമായിട്ടുള്ള മാർക്കറ്റുകൾ. ഇത് മുൻകൂട്ടി പറഞ്ഞെങ്കിൽ മാത്രമേ നമുക്കിത് ഓർഡർ അനുസരിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഓർഡർ അനുസരിച്ച് അതേ രീതി ചെടി നട്ട്, പക്ഷെ കായായില്ല. കായായി, പക്ഷെ ഇങ്ങനെ ആയിപ്പോയതാണ് ഒരു ദുഃഖകരമായിട്ടുള്ളത്. ഇത് ആദ്യ അനുഭവമാണോ? മുമ്പ് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഇത് ഞാൻ 2007 തൊട്ട് ഫുള്ളെ കൃഷിയിൽ നിൽക്കുന്ന ഒരാളാണ്. പക്ഷെ എന്റെ ഒരു ആദ്യ അനുഭവമാണ് ഇങ്ങനത്തെ ഒരു സംഭവം. നമ്മൾ സ്ഥിരമായിട്ടും ഹൈബ്രിഡ് വിത്തുകളെയാണോ ആശ്രയിക്കാറ് അവിടെ? അതിപ്പോ അതെ അതെ, നമ്മൾ ഹൈബ്രിഡ് വിത്തുകളെയാണ് കൂടുതലും ആശ്രയിക്കുന്നത്. അതിന്റെ ഒരു പരിണിത ഫലമായിരിക്കാം. പക്ഷെ നമ്മുടെ നാടൻ വിത്തുകൾ മോശമാണെന്നല്ല. നാടൻ വിത്തുകൾ ചിലപ്പോൾ 100 എണ്ണം കുത്തിക്കഴിഞ്ഞാൽ 100 കിളുത്തൊന്നും വരികയല്ല. ഇത് അങ്ങനത്തെ ഒരു പ്രതിസന്ധി ഒന്നും ഇതുവരെ വന്നിട്ടില്ല. 100 കുത്തിയാൽ 99% കിളുപ്പും സാധനവും വിളവും അവർ പറയുന്ന രീതിയിൽ കറക്റ്റ് ആയിരുന്നു. പക്ഷെ ഇത് പാളിപ്പോയി എന്നുള്ളതാണ്. എന്തായാലും വളരെ നന്ദി ജ്യോതിഷ് പ്രതികരിച്ചതിന്. ശരണ്യ, എന്തായാലും ഈ കർഷകരുടെ ഒരു
അവസ്ഥ നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്. നമുക്ക് ഇത് കൃഷി വകുപ്പും മറ്റും ഈ സംവിധാനങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? ഇത് കാരണം കാർഷിക രംഗത്തെ കർഷകരുടെ ഓരോ വിഷയങ്ങളിലും നിരന്തരം ഇടപെടേണ്ട സംവിധാനമാണല്ലോ നമ്മുടെ കൃഷി വകുപ്പും സംവിധാനങ്ങളും. തെരഞ്ഞെടുപ്പിൻ്റെ തിരക്കിലായിരിക്കും എല്ലാവർക്കും, പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം ഈ വിഷയത്തിൽ ആ തരത്തിലൊരു ഇടപെടൽ നമുക്ക് പ്രതീക്ഷിക്കണോ ശരണ്യ? ഞാൻ കൃഷിമന്ത്രിയുമായിട്ട് നമ്മൾ ഈ വിഷയം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇതിപ്പോൾ ഈ സംഭവങ്ങൾ പരിശോധിക്കട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മറ്റൊന്ന്, അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ, അതായത് ആവശ്യത്തിന് വിത്ത് ഇത്തരത്തിൽ വിതരണം ചെയ്യുന്നുണ്ട്, കൃഷിഭവനുകൾ വഴി വിതരണം ചെയ്യുന്നുണ്ടെന്നാണ് മന്ത്രി നമ്മളോട് വ്യക്തമാക്കിയത്. അദ്ദേഹം അത് സംബന്ധിച്ച് കൂടുതൽ ഈ ജ്യോതിസിൻ്റെ അടക്കമുള്ള വിഷയങ്ങൾ ഇവരൊക്കെ പരസ്പരം അറിയാവുന്ന ആൾ കൂടിയാണ്, ചേർത്തലക്കാരാണ് ഈ കൃഷി ചെയ്ത ആളുകളും, അപ്പോൾ അറിയാവുന്നവർ കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് പരിശോധിച്ചിട്ട് പറയാമെന്നാണ് പറയുന്നത്. പക്ഷേ ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു മോണിറ്ററിങ് ഇത് എങ്ങനെയാണ്, അതായത് കർഷകർക്ക് ഈ രീതിയിൽ എന്തെങ്കിലും നഷ്ടം വന്നാൽ തിരിച്ചതിനൊരു ഗ്യാരണ്ടി ചെയ്യുന്ന ഒരു സംവിധാനവും ഇല്ല എന്നുള്ളതാണ് ശ്രദ്ധേയം. കാരണം ഒരു വിത്ത് നമ്മൾ പാകി അത് 3 മാസം എടുത്താണ് ഇങ്ങനെ ഒരു വിളവിൻ്റെ ഭാഗമായി വരുന്നത്. അപ്പോൾ ആ സമയത്ത് ഈ പറഞ്ഞ രീതിയിൽ ഒരു വഞ്ചനയോ കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെതിരെയുള്ള ഒരു നിയമപരമായ നടപടി കൈക്കൊള്ളുന്നതിന് വേണ്ടിയുള്ള മറ്റ് കാര്യങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ കർഷകരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ രീതിയിലുള്ള ഒരു പ്രൊട്ടക്ഷൻ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന്, അല്ലെങ്കിൽ ഒരു ഇത് മോണിറ്ററൈസ് ചെയ്ത് ഏതൊക്കെ കമ്പനികൾക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ നൽകിയ കമ്പനികൾക്ക് എന്തെങ്കിലും നടപടി സ്വീകരിക്കാനാകുമോ എന്നുള്ളതൊക്കെ ആണ് ഇത് ചർച്ച ചെയ്യപ്പെടേണ്ടത്. എന്തായാലും ഈ ജ്യോതിസ് മാത്രമല്ല, തുടർന്ന് നമ്മൾ നേരത്തെ കണ്ട കർഷകരൊക്കെ തന്നെ ഇത്തരത്തിൽ കബളിപ്പിക്കപ്പെട്ടവരാണ്. വിത്തിൻ്റെ ഷോർട്ടേജ് ഒന്നെന്നാണ് അവർ പറഞ്ഞത്. കാരണം ഇത്തവണ ഈ വെള്ളരിയും മത്തനും കണിയൊരുക്കുന്നതിന് പ്രധാന ആകർഷകമായിട്ടുള്ള പച്ചക്കറികളാണ്. അപ്പോൾ അത് വളരെയധികം പലയിടത്തും കൃഷി നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും വിത്തിന് ഷോർട്ടേജ് വന്നപ്പോൾ ചെയ്തതാണ് ഇതെന്നുള്ള ഒരു നിഗമനം അവർക്ക് ഉണ്ട്. അപ്പോൾ അതിനെതിരെ ആ സുമാഷി എന്ന് പറഞ്ഞ കമ്പനിക്കെതിരെയും, ഒപ്പം തന്നെ ഈ ഭൂമിപ്രിയ അഗ്രി സൊല്യൂഷൻസ് എന്ന സ്ഥാപനമാണ് ഇത് കൊടുത്തതെന്ന് പറയുന്നു, അവർക്കെതിരെ നിയമ നടപടിയിലേക്ക് പോകുമെന്നുള്ളതാണ് കർഷകർ വ്യക്തമാക്കുന്നത്. പക്ഷേ ഒരുപക്ഷെ ഈ ഭൂമിപ്രിയം നമുക്ക് തെറ്റു പറയാൻ കഴിയില്ല. കാരണം ഈ സുമാഷി എന്ന് പറഞ്ഞ കോയമ്പത്തൂർ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയുടെ ആളുകൾ സ്ഥിരമായി അവിടെ നിന്ന് അവരുടെ വിത്തുകൾ വാങ്ങുന്നതാണ്. അപ്പോൾ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ചതി വന്നിട്ടുള്ളതെന്നാണ് കർഷകർ പറഞ്ഞത്. അത് തന്നെയാണ് നമ്മൾ ആ വാർത്തയിലേക്ക് ശ്രദ്ധ വന്നതും. കാരണം ഇങ്ങനെ ഒരു സംഭവം സാധാരണ കൃഷിനാശം സംഭവിക്കാറുണ്ട്, കാലാവസ്ഥാ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഒരു വിത്തിട്ടിട്ട് ഇങ്ങനെ ഒരു വിളവ് പാടശേഖരങ്ങളിൽ ഉണ്ടായി. പാടശേഖരങ്ങളിൽ നമ്മളോട് സംസാരിച്ച ചിലരൊക്കെ പാടത്തു നിന്ന് പറിക്കാൻ പോലും തയ്യാറായിട്ടില്ല. കാരണം ഈ കൊടും വെയിലത്ത് ഇത് പറിച്ച് ആളുകളെ നിർത്തി പറപ്പിച്ചെടുത്താൽ ഇത് വിറ്റ് പോകുന്നൊരു സാഹചര്യം ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ, ഇത് ഡിമാൻഡ് ഇല്ല എന്നുള്ളത് തന്നെ കൊണ്ട് തന്നെ ഈ പറിക്കാതെ തന്നെ പാടത്ത് ഇട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. വിളവെടുപ്പ് നടത്തുന്നില്ല എന്നുള്ളതും ഒക്കെ നമുക്ക് കാണുമ്പോൾ സങ്കടകരമായ ഒരു സാഹചര്യമാണ്. എന്തായാലും ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു തിരിച്ചടി ചേർത്തലയിലെ കർഷകർക്ക് ഉണ്ടാകുന്നത്. അവരാകെ പ്രതിസന്ധിയിലായി പോയ ഒരു അവസ്ഥയാണ് സജിത്ത്. യെസ്, അതാണ് സാഹചര്യം. എന്തായാലും കർഷകരുടെ ഒരു വേദന അതാണ്. ഈ വിഷുക്കാലത്ത് മികച്ച വിപണി പ്രതീക്ഷിച്ചിരുന്നവർക്ക് അവർക്ക് വിത്ത് ചതിച്ചു എന്നതാണ് സാഹചര്യം. അതാണിപ്പോൾ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.